2024 സെപ്റ്റംബർ 22 മുതൽ 28 വരെ, അതായത് മലയാള മാസം 1200 ആണ്ട് കന്നി 6 മുതൽ 12 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധനും ശത്രുസ്ഥാനത്ത് രവിയും കളത്രസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായി അനുകൂലമായ കാലമാണ്. ദീർഘകാല നേട്ടം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ ഗുണം ചെയ്യും. കാര്യവിജയം, വസ്ത്രാഭരണ ലാഭം, സന്തോഷം എന്നിവയുണ്ടാകും. ശത്രുശല്യം കുറയും. ഉന്നതരുടെ പ്രീതി ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ബുധനും പുത്രസ്ഥാനത്ത് ആദിത്യനും ശത്രുസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. കാര്യതടസ്സം ഉണ്ടാകും. ധനവരവ് തടസ്സപ്പെടും. സന്താന സൗഖ്യം ഉണ്ടാകും. കർമ്മ നൈപുണ്യം വർദ്ധിക്കും. രോഗശമനം ഉണ്ടാകും. ഭാര്യ മുഖേന ധനലാഭത്തിന് സാധ്യത കാണുന്നു. ജോലിഭാരം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധനും സുഖസ്ഥാനത്ത് ആദിത്യനും പുത്രസ്ഥാനത്ത് ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മരംഗത്ത് ശത്രുശല്യം വർദ്ധിക്കും. ധനലാഭം ഉണ്ടാകും. ബന്ധുസമാഗമം ഉണ്ടാകും. മനപ്രയാസം പ്രതീക്ഷിക്കാം. സന്താന സൗഖ്യം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. ശാരീരികമായ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. ഇഷ്ടഭക്ഷണം ലഭിക്കും. പിതാവിനോ പിതൃതുല്യർക്കോ അരിഷ്ടത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രാക്ലേശം ഉണ്ടാവും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി ബുധനും സഹോദരസ്ഥാനത്ത് ആദിത്യനും സുഖസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണം കുറയും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സന്തോഷം, ആരോഗ്യം എന്നിവ വർദ്ധിക്കും. ബന്ധുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വാഹന ശയനസുഖം പ്രതീക്ഷിക്കാം. ഗ്രഹത്തിനോട് ചേർന്ന് പുതിയ നിർമ്മിതികൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കും. സ്ഥാനപ്രാപ്തി ഉണ്ടാകും. ചെലവുകൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും ധനസ്ഥാനത്ത് ആദിത്യനും സഹോദരസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭം ഉണ്ടാകും. വാക്കുകൾ ആകർഷകമാകും. ആജ്ഞാശക്തി വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളിലും മന്ദത അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അധികാരികളുടെ പിന്തുണ ലഭിക്കും. ആരോഗ്യം മെച്ചപ്പെടും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നി രാശിയുടെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും വ്യയസ്ഥാനത്തുമായി ബുധനും ജന്മത്തിൽ സൂര്യനും ധനസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മത്തിൽ ചൊവ്വയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. കോപം നിയന്ത്രിക്കണം. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. ധനലബ്ധിയും പലവിധ സുഖാനുഭവങ്ങളും ഉണ്ടാകും. ബന്ധുഗുണം കുറയും. വാക്കുകൾ കരുതി പ്രയോഗിക്കുക. കാര്യസിദ്ധി ഉണ്ടാകും. ആയുധം, വാഹനം, അഗ്നി എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഭാഗ്യവർദ്ധനവുണ്ടാകും. കുടുംബസൗഖ്യം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണ പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ദേവീ പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധനും വ്യയസ്ഥാനത്ത് സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ശയന സുഖാനുഭവവും മൃഷ്ടാന്ന ലാഭവും ഉണ്ടാകും. ദാമ്പത്യബന്ധം ദൃഢതരമാകും. മനോവിഷമങ്ങൾ കുറയാൻ ഈശ്വരീയമായ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുക. സന്താന ഗുണം കാണുന്നു. അഗ്നി, ആയുധം എന്നിവ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട്. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ശത്രുശല്യം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായ ബുധനും ലാഭസ്ഥാനത്ത് സൂര്യനും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും കലഹപ്രിയത്വവും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സന്താന ഗുണം ഉണ്ടാകും. കാര്യസിദ്ധി ഉണ്ടാകും. വ്രണാദി രോഗങ്ങൾക്കും മാനനഷ്ടത്തിനും സാധ്യതയുണ്ട്. മധുര വാക്കുകളിലൂടെയുള്ള കാര്യസാധ്യവും സന്തോഷവും ഉണ്ടാകും. കർമ്മപുഷ്ടി പ്രതീക്ഷിക്കാം. രോഗത്തിന് ശമനമുണ്ടാകും. വസ്ത്രാഭരണാദികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ബുധനും കർമ്മസ്ഥാനത്ത് ആദിത്യനും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യവർദ്ധനവും സർവാഭീഷ്ട സിദ്ധിയും ഉണ്ടാകും. ആത്മീയ ചിന്തകൾ കുറയും. ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീഴാതെ ശ്രദ്ധിക്കുക. നയനരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ശത്രുശല്യം കുറയും. ധനാഗമം ഉണ്ടാകും. കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ദേവീ പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ ബുധനും ഭാഗ്യസ്ഥാനത്ത് രവിയും കർമ്മസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. അന്യദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വിദ്യാപുരോഗതി ഉണ്ടാകും. കുടുംബസൗഖ്യവും സജ്ജന സംസർഗവും ഉണ്ടാകും. രോഗങ്ങൾ ശമിക്കും. സർവ്വകാര്യങ്ങളും അനുകൂലമാകും. വാതരോഗങ്ങൾ അലട്ടാം. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും സുഖസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ ബുധനും അഷ്ടമത്തിൽ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മശേഷി വർദ്ധിക്കും. ശരീരസുഖം കുറയും. സന്താനക്ലേശം ഉണ്ടാകും. ധനപുഷ്ടി പ്രതീക്ഷിക്കാം. കാര്യവിജയം ഉണ്ടാകും. സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾക്ക് സാധ്യത. ദാമ്പത്യസുഖം വർദ്ധിക്കും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവഭജനം, മഹാവിഷ്ണു ഭജനം, ശാസ്താഭജനം, സുബ്രഹ്മണ്യ ഭജനം എന്നിവ നടത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ബുധനും കളത്രസ്ഥാനത്ത് സൂര്യനും അഷ്ടമത്തിൽ ശുക്രനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല കാര്യങ്ങൾക്കായി ധനം വ്യയം ചെയ്യേണ്ടതായി വരും. രോഗം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ഉചിതമല്ലാത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടാൻ സാധ്യത. ബന്ധുഗുണം കുറയും. ഉറക്കക്കുറവ് അനുഭവപ്പെടും. ശാരീരികമായ അധ്വാനം വർദ്ധിക്കും. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.